വകുപ്പിന് വേണ്ടിയിട്ടൊരു സമ്പൂർണ്ണമായ ഒരു ഓൺലൈൻ പരിശോധനാ സംവിധാനം നടപ്പിലാക്കാൻ അതിൻ്റെ ടീം ലീഡായിട്ട് ഞാനായിരുന്നു പ്രവർത്തിച്ചത്. അപ്പോൾ അത് ഒരു 4 മാസം കൊണ്ട് ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്ത് എല്ലാം മാറ്റി വെച്ചിട്ട് ഫുള്ളി ഫോക്കസ് ചെയ്ത് നടപ്പിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതായത് മാനുവലായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്പെക്ഷനെ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്തു. ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവർക്ക് അവർ സംഘത്തിൽ പോയിട്ട് 20 മീറ്റർ ഫെൻസ് ചെയ്തിട്ടുണ്ട്, അതിനകത്തേക്ക് അവർ പോയെന്ന് ഉറപ്പുവരുത്തി ഓരോ ക്വസ്റ്റ്യൻ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, പരിശോധിച്ച് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് റിയൽ ടൈമായിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ആവും. ആ റിപ്പോർട്ട് ജനറേറ്റ് ആവുന്നത് കൺസേൺഡ് താലൂക്ക് ഓഫീസ്, തഹസിൽദാരിന് ഈക്വലായിട്ടുള്ള അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫീസുണ്ട്, അവിടെ എത്തുന്നു. അവർ അപ്രൂവ് ചെയ്യുന്നതോടുകൂടി നോട്ടീസുകൾ ജനറേറ്റ് ആവുന്നു. സൈനും സെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സംഘത്തിലേക്ക് പോകും. ഓക്കെ, ഇനി സംഘത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ നോട്ടീസ് അവർക്ക് കിട്ടും. അതുപോലെ തന്നെ വകുപ്പിൻ്റെ എല്ലാ സേവനങ്ങളും അവർക്ക് ലഭിക്കുന്നൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 കമ്പോണൻറ്റ് ചേർന്ന ഒരു സമ്പൂർണ്ണ ഓൺലൈൻ പരിശോധനാ സംവിധാനം ഡെവലപ്പ് ചെയ്യാൻ 4 മാസത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ അവാർഡിനൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനൊരു അവസരം എനിക്ക് കിട്ടി. വളരെ ഷോർട്ട് ടൈമിൽ ഇങ്ങനെ അവസരം കിട്ടുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവസരം കിട്ടി, അത് ചെയ്യാൻ പറ്റി. അത് സഹകരണ മേഖലയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കാനും സഹകരണ മേഖലയെ താങ്ങി നിർത്താനും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് PM-ൻ്റെ 2 അവാർഡിന് അയച്ചു. പ്രൈം മിനിസ്റ്റർ എക്സലൻസ് അവാർഡിനും നാഷണൽ ലീഗ് വൺസ് അവാർഡിന് അയച്ചപ്പോൾ അതൊക്കെ ഒരു ഫീൽ, നമ്മളിതൊക്കെ പേപ്പറിലും മാത്രം കാണുന്നത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതെല്ലാം കേസിലേക്ക് വന്നുകൊണ്ടാണ് അല്ലേ. പക്ഷേ കേസിലെത്താൻ ഞാൻ കുറേ സാക്രിഫൈസ് ചെയ്തില്ലേ. അപ്പോൾ ഞാൻ പറയുന്നത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, പക്ഷേ വൺസ് നിങ്ങൾ സക്സസ് ആവും എന്നുള്ള. അപ്പോൾ അത് കിട്ടുന്നൊരു ഫീല്, എനിക്കിപ്പോൾ ഗിൽട്ട് ഫീൽ ഇല്ലല്ലോ, എനിക്കിപ്പോൾ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ആ ഫീലാണ് നമുക്ക് ലൈഫിൽ എൻജോയ് ചെയ്യേണ്ടതാണ് ഞാൻ